നസീറേ ആ നമ്മുടെ പാലമണിയെ കുറിച്ച് വാർത്തയുണ്ട്. എന്താ? ഉടനെ തുടങ്ങുന്നു. പാപ്പാ ഒരു വയസ്സ് സിഗരറ്റ്. സിഗരറ്റില്ല പാപ്പ. ഇല്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ അടുത്ത് ഈ സിഗരറ്റ് കച്ചവടം പാടില്ല. അതിന് ഞാൻ കൊടുത്തില്ലല്ലോ. ഹലോ. ആ ഓ ശരി ശരി. ആ ഹലോ. നമ്മുടെ പാപ്പോയെ പോലീസ് പിടിച്ചു. അതൊരു പുതിയ ഇറക്കണ്ടേ? ശരി. ആമിന മോളെ, നിന്റെ കെമിസ്ട്രി ടീച്ചറുടെ വയറിളക്കം മാറിയാ? അല്ല, കെമിസ്ട്രി ബുക്ക് എടുത്ത് വെക്കണമെന്ന് അറിയാൻ ചോദിച്ചതാ. നീ വെച്ച ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. എൻ്റെ അല്ലാ, നീ അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? എൻ്റെ പൊന്ന ആമിന, ഇന്നലെ രാത്രി നീ എന്തെടുക്കുകയായിരുന്നു? കണക്ക് ടീച്ചറിനെ നീ ധിക്കരിച്ചാൽ അവർക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയും. കണക്കിന് മാർക്ക് കുറഞ്ഞാൽ നിനക്ക് എങ്ങനെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും? അപ്പിയിടുന്നതിന് ഇവൾക്കെന്തിനാ ഇത്ര സമാധാനം? നിനക്ക് നാരങ്ങ അച്ചാർ വെക്കണോ? അച്ചാർ വെച്ചോ, ദഹനത്തിന് നല്ലതാ. ഇനി ഉപ്പൂപ്പാൻ്റെ മൊഞ്ചത്തി ഒന്ന് ചിരിച്ചേ. അങ്ങനെ എൻ്റെ ആമിനാൻ്റെ മൊഞ്ച് ഈ നാട്ടിലെ തെണ്ടിപ്പിള്ളേർ ഒരിക്കലും കാണാൻ പാടില്ല. ആമിന വരാറായി. ഓ നോക്കി ഇന്നോ ഇപ്പൊ കാണാം ഒരു ചുന്ദരന്മാരി. ഡാടാ വീടിന് കുറച്ച് മാറിയില്ല. ഇവിടെ എല്ലാം നടക്കോ ഡിങ്കു? മണിക്കൂർ 2 വായിക്കാൻ തുടങ്ങിയിട്ട്. പോരാത്തിന്റെ വൈകിട്ട് വന്ന് വായിക്കും. ഈ അറിവുകളെല്ലാം പ്രയോഗിച്ച് തീരും ചാവുന്നതിന് മുമ്പ്. അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഈ ഭൂമിയിലുള്ള എന്തിനെ കുറിച്ചും ടിങ്കുവിനറിയാം. ഈ പള്ളിക്കൂടത്തിലെ ചില സാറന്മാരെ ടിങ്കുവിൻ്റെ അടുത്താ സംശയം ചോദിക്കാൻ വരാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോന്ന് അറിയാൻ തുടങ്ങിയ പത്രവായനയാണ്. ഒടുക്കം അമ്മയും വന്നില്ല, വായനയും നിന്നില്ല. ഷാരൂഖ് ഒരുക്കം തുടങ്ങി.
കിട്ടി, ഭാഗ്യം. കോളനിയിൽ ഒറ്റാൻ പിള്ളേരെ അവള് നോക്കില്ല ബാബാ. അതിലാ എനിക്കൊരു പ്രതീക്ഷ. 2 കണ്ണു മാത്രം. ആ പാവം കിളവന് നീ കൂടുതൽ വിവരം കൊടുക്കില്ലല്ലോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. പാപ്പാ വൈകുന്നേരം വരാം. നീ ഇന്ന് ടൗണിൽ പോകണുണ്ടോടാ? ഇല്ല, നാളെ. ആ പിന്നെ നീ വരുമ്പോൾ തൻ്റെ പിള്ളേരെ കൂട്ടണ്ട, നിന്റെ ആ കൂട്ടുകാരൻ വരും. ചായ കുടിച്ചാൽ എത്രണ്ണം കാശ് തരില്ല അലവലാദികൾ. എൻ്റെ നസീറെ, ഈ ലിവറുമല എൻ്റെ ജീവിതം. ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് വലിയ പ്രശ്നമില്ലേക്കാ, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ ഇറങ്ങുന്നേ. നീ 3 മണിക്ക് തന്നെ വരണം. ഇന്നലെ നീ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ അതും ഇതൊന്നുമില്ല. സ്കൂൾ വിടുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലെങ്കിലേ എൻ്റെ ആമിനെ അവിടെ കാത്തേക്കേണ്ടി വരും. 1 മണിക്കൂറല്ലേ വേണ്ടു, അപ്പോഴൊക്കെ ഞാൻ തിരിച്ചു വരില്ലേ? ഇക്കയിടായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വൈകുന്നേരം വരുന്നത്. ഞാൻ പോയിട്ട് രാത്രിയിലും വരണ്ടേ? എൻ്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു വീതം നിനക്ക് തരുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചു പോ. ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി ഇങ്ങ് അടുത്ത് വാടാ, എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും തല വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, എന്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്താ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റാവും. ഒരു പുൽസയും കാണാ. ഓടാ. എടാ ഓനച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയൽ അത് വായിക്കരുതെന്ന്. ചീറ്റ്. അയ്യേ, കരിച്ചി. കുറച്ചേ കരിഞ്ഞുള്ളൂ. ഈ മോളിയുടെ ദോശയ്ക്ക് ഉപ്പില്ല. ഇനി ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാൽ മതി. മോളി ചേച്ചിന് ഉപ്പിലിടും. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി. എന്നാ തിന്നണ്ട. ഇത് കരിയുന്നില്ലല്ലോ. ആ, അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു
അപ്പൊ വരും ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാം. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടി പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിച്ചിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അമ്മാത്ര സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ, അത് ശരിയല്ലേ? എനിക്ക് ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മ ഒന്നും മിണ്ടാതിരി. ആ, നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി. ആഹാ ചേച്ചിയായി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടുണ്ടോ? ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കും? ഓനച്ചമയത്തുണ്ട്, ഞാനിപ്പോ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. സ്മിത്ത് സാർ ഉള്ളതുകൊണ്ട് ഇവ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇവന്മാരൊക്കെ ചമ്മി നാറിയേന. അയ്യേ, എന്താടാ ഞാനെന്തിനാ വന്ന് ശാവമേ? നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരുവാടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും. അല്ലടാ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. കാര്യം പറയേ, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് അയാൾ ഇത്രയും കിടന്നിരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. കൊടി വെച്ച കാറിലേക്ക് വന്നാ മതി. എന്താ ക്ലാസ്സില്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല, 4 എണ്ണം വേണം. എന്തിനാ എപ്പോഴും ഒരേ നിർത്തലുള്ള മീനെ കൊണ്ടുവന്നേ? ചുമ്മാ. ഇല്ല വേണ്ട, എടുത്തോ. നിനക്ക് ആ തട്ടയിട്ട പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് ഒളിച്ചോടെ. ഞാനെങ്ങാനും ആയിരിക്കണം. അത് ശരിയല്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി, മുന്നിലായിരുന്നെങ്കിൽ പെട്ടേനെ. എന്റെ അമ്മോ, ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ചെന്നാലും ഇവന്മാർ സ്വയം തരില്ല. നായിൻ്റെ മക്കൾ. നീ വെറുതെ ആമനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളുക്കി കിടന്ന എണ്ണയിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി അകത്ത് പോയിടാ.
എത്ര ദോശ വേണം? 8 എണ്ണം. ഇതാ 10 എണ്ണം ഉണ്ട്. 8 എണ്ണം മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. വായെടുക്കണ അല്ല ഇച്ചങ്ങേറിപ്പോവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, LDF സർക്കാരിന്റെയും മെമ്പർ ഓണത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി നാം സ്വപ്നം കണ്ട മിനിയെ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക, നമ്മുടെ സ്വന്തം മേൽപ്പാലം. എഞ്ചിനീയർ വരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ തേജസ് വർക്കി നമ്മുടെ പാലം പണിയാൻ എത്തിച്ചേരുന്നതാണ്. ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ആഘോഷവും എഞ്ചിനീയറിന്റെ സ്വീകരണവും നമ്മുടെ കോളനിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പണിക്കും പറ്റൂടെ. എസ്തപ്പാനങ്ങളും LDF പാർട്ടിയും ചേർന്ന് എഞ്ചിനീയറിന് ഈ കോളനിയിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്ന വിവരം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇയാളെ പേരട്ടെ ഞാൻ നിർത്തും. പ്രിയമുള്ളവരെ, പാർട്ടിയുടെയും കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ കഠിനാധ്വാനവും പേപ്പർ വർക്കും ചില അഴിമതി വീരന്മാർ തട്ടിയെടുത്തതായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. എങ്കിലും ഈ സന്തോഷവേളയിൽ എല്ലാ ജനങ്ങളും പാർട്ടിയും ഒന്നായി പ്രവർത്തിക്കണമെന്ന് ഞാനും എന്റെ പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം വീതം പറ്റാൻ വന്നതാണല്ലേ? വേറെ വഴിയൊന്നുമില്ലേ, ഒന്ന് രക്ഷിക്കണം. ആലോചിക്കാം. ഞാൻ പറയുന്ന ഒരേ സാറ് കേൾക്കും. ശരിക്കും ഞാനാ ഇവിടുത്തെ സാറ്. എനിക്ക് കാശ് തരണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം എല്ലാം ശരിയായോ? സാർ അയാളെ കൈക്കൂലി ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാറേ, അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. തന്നെ കളവൻ ഓണൊക്കെ ഫ്രീക്കായി. എവിടെ പോയിരുന്നോ ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടിക്കിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു, ഇനി അതിന് ആരെ കിട്ടുമോ? ലലിച്ച കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ? എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ നിന്ന് എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കണേ. പണി വരുന്ന വഴിയേ ഇനിയിപ്പോ പാലം പണി കഴിയണത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാ. എന്തടാ? ഞായറാഴ്ച ലാലിച്ചൻ കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ശരി. അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറയാ. നീ തടവിത്തലോടെ അവിടെ തേഞ്ഞല്ലടാ, നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് ഉണ്ടെന്നേ മണിച്ചേട്ടാ? പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരമാവും. എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ് പോരെ. കൂടെ താടിക്കാൻ തന്നെ. അവിടെ എന്താ പുതിയ കടയിലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്താടാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ? വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വിലയിടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വില കുറവാ? നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ 1000 രൂപ അഡ്വാൻസ് നീ ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല.
കുറച്ച് തരണം കേട്ടോ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കാൻ നിങ്ങോട്ട് വന്നേ. പറ ജോസഫേ. ഇന്ന് ബോധമല്ലേ കേട്ടാ? തെറ്റിച്ച് ശനി. ആദ്യം ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടാ? റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 40 ഫുൾ പേയ്മെന്റ്. സന്തോഷമൊക്കെ കൊള്ളാം, മുങ്ങിച്ചാകല്ലേ. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സാറ് വരുമല്ലോ. സാറ് വന്നോളും, നിങ്ങൾ തുടങ്ങിക്കോ. നാട്ടുകാരെല്ലാം കൂടെ പ്രധാനമന്ത്രിയാക്കും. നോക്കിയോ, കളർ ബൾബിൽ കുരുങ്ങാതെ പോകണം. കത്തുന്ന ബൾബാണെങ്കിൽ കാശ് എന്റെയാണ്. ഞാൻ മുങ്ങാണേ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതെന്താ? സാറ് ഒരു 7 ദിവസം കഴിയുമെന്ന്. അപ്പൊ ഇവന്റെ കാര്യം? അവന്റെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. അവ എനിക്കിട്ട് പണിയാൻ തുടങ്ങിട്ട് നാള് കുറയായി. കാശ് തികഞ്ഞു അല്ലേടാ? കഠിനാധ്വാനി നേടിയെടുത്തു. ഞാനിത് ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നിന്റെ ഡാൻസ് ഉണ്ടാ? യെസ്. ഡാ, ഈ ഒരുക്കങ്ങൾ നിന്റെ പപ്പ സ്വർഗത്തിരുന്ന് നിനക്കായി ഒരുക്കിയതാ. ആഘോഷിക്കടാ മുത്തേ. ശരിയെന്നാ. ഹലോ ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്. താൻ പറയടോ, ടെസ്റ്റ് ഞാൻ ചെയ്തതാ. പ്രിയമുള്ളവരെ, ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പള്ളിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. മാലാഖമാരുടെയും വികാരിയത്തിന്റെ അകമ്പടിയോടുകൂടി അതിവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ആഘോഷം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ്. കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. മൈക്ക് ഞാൻ നമ്മുടെ കോൺസ്റ്റബിളും കലാകാരനുമായ സ്മിത്തിന് കൈമാറുന്നു. കാക്കിക്കുള്ളിലെ കവി ഹൃദയം കേട്ടിട്ടില്ലേ? കവി സ്മിത്ത് ഈ ഞാൻ എഴുതി മൈക്കിൾ ജാക്സൺ സംഗീതം നൽകിയ ഈ ക്രിസ്മസ് ഗാനം മൈക്കിൾ ജാക്സണും അമിതാഭ് ബച്ചനും രജനീകാന്തും ചേർന്ന് ആലപിക്കുകയാണ്. ഇതിൻ്റെ വാദ്യോപകരണ സംഗീതം നിർവഹിക്കുന്നത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായൻ്റെ നല്ലിടയൻ ബാൻഡ് സംഘമാണ്. ആസ്വദിക്കൂ, ആശീർവദിക്കൂ. എന്ത് സുഖാലേ, ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഒരു ചായ. ചേട്ടാ, കടുപ്പം എങ്ങനാ? ആയിക്കോട്ടെ. മധുരോ? അതും ആയിക്കോട്ടെ. ചേട്ടാ, മധുരവും കടുപ്പവും കൂട്ടിയെടുക്കട്ടെ? അല്ല, മനസ്സിലാവാത്തോണ്ടാ. മോനറിയാവുന്ന പോലെ ഒരു ചായ എടുക്കാം. പോയി ചായ എടുത്തു കൊറ. ഹലോ, എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഏതൊരു സ്ഥലമില്ലേ? മണാലി. കണ്ണമാലി. ഞങ്ങളുടെ പാർട്ടിയോടെ ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? താൻ നോക്കിയോ, ഒരു ദിവസം സ്റ്റൗ പൊട്ടിത്തെറിക്കും. എന്റെ കരുനാക്കണ്ട് പൊട്ടും. എന്ത് ചായടത്? എനിക്കിതേ അറിയൂ. ഹലോ. ഞാനാ ലാലി. എന്തടാ? ഓനച്ച എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൽ ഓഫീസിലെത്തും. പോടാ. ഓനെ, നിന്നെ പറ്റിച്ചാൽ എനിക്ക് വിഷമമുണ്ടടാ. പക്ഷേ ഇപ്പൊ നേരിട്ടാ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത്. നീ വെച്ചിട്ട് പോ. എഞ്ചിനീയർ തേങ്ങ. എത്രയായി? 8. 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാടാ. അത് KCB അല്ലേ? നീ മന്ത്രി അവിടെ ഉറപ്പ്. അതിങ്ങനെ പയ്യെ പറയണം.
ഇല്ലാത്തത് എങ്ങനെയാണ് ഇനിയുള്ളത് 500 എങ്കിൽ കുറച്ച് അപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടാ സാറേ. മൊബൈലാണോ? ആ ഞാൻ ഇവിടെ വെച്ചതാണ്. ഇതിവിടെ ഇരിക്കട്ടെ സാറേ, സാറാദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. സാറ് ബൈക്കിൽ ലോകം ചുറ്റുന്ന വലിയ ആളല്ലേ, തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ്? സാറ് പോയിട്ട് വേഗം വാ സാറേ, ഇതൊന്നും അത്ര കാര്യമാക്കണ്ട, പിള്ളേരലമ്പാണ് കേട്ടോ. ഒരു കേക്കിങ്ങാടാ ഒന്ന് പോടാ, ഉരിഞ്ഞുരിഞ്ഞ് തട്ടുകയാണല്ലേ, ആ തൊലിയെങ്കിലും കളയടാ. സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്. ചായക്ക് എത്രയായി? 8. ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. ഇത്രയും കാശിന് ഇവിടെ ഇല്ല. ഉണ്ട് സാറേ, ഉണ്ട്, എടുത്തു കൊടുക്കടാ. സ്വന്തമായിട്ട് കട ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ മതി കേട്ടാ. ഇതുകൊണ്ട് നീ കോലുമിട്ടായി വാങ്ങിക്കഴിച്ചു. റേഷൻ കാർഡ് ഉണ്ടാകുന്നു. ഓനച്ചാ എഞ്ചിനീയർ വന്നെന്ന്. കർത്താവ് നേരാണോ? ഉള്ളതാണ്. ഞാൻ കരുതിയാ ലാലിച്ച് എനിക്കിട്ട് പണിതാണെന്ന്. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് മാത്തുക്കുട്ടിയെ സംഘത്തെ ഇവിടെ എത്തിക്കും. പിള്ളേരെ കുട്ടിയൊക്കെ വരണം. പറയും പോലെ നീ അങ്ങോട്ടല്ലേ, ഞാനും വരട്ടെ. ദൈവമേ, കാലും വയ്യ. ഉള്ളൂരിനേക്കാളും ഭേദം നടക്കുന്നതായിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടാടാ? സ്വന്തമായിട്ട് വീടില്ല, അവനാണ് ലൈസൻസ്. ഇതിന് പോണെങ്കിൽ 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോടാ. ഹലോ, ആരാ? എന്ത് വേണം? കന്നിപോലെ കയ്യും കെട്ടിക്കണം, വല്ലോ ചെയ്. എന്തോന്നത്? എടാ പാപ്പന അവിടെ കരിയും കുത്തിരിപ്പുണ്ട്. എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അവിടെ ഇരുന്നു. സഖാവേ, വെടിയെല്ലാം റെഡിയല്ലേ? നിങ്ങളുടെ പാർട്ടിക്ക് പിന്നെ അതില്ലാതെ പറ്റില്ലല്ലോ. എന്തോ കേട്ടില്ല. വെടി റെഡിയാന്ന് പറഞ്ഞതാ, പക്ഷെ ഈ കളർ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഈ കളറാ ഇപ്പൊ തരംഗം. പക്ഷെ ഈ പാല പണി കൊണ്ടുവന്ന ഞങ്ങളാ, അത് മറക്കണ്ട. വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി വന്നിട്ട് തരംഗമാണ് പോലും. എന്താ മാത്തുക്കുട്ടി ചേട്ടാ ഇത്? മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെ യൂണിഫോം ഒന്നും ഇല്ലേ? ഷർട്ട് ഇടാൻ ഈ പാപ്പ സമ്മതിക്കണ്ടേ? അലക്കിയിട്ടിരിക്കുക. ആ, അലക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ അദ്ദേഹം വന്ന് അങ്ങ് തകർത്തേക്കണം. പടക്കം കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ പെരുപ്പിക്കല. ദയമായി പൊക്കോ, നമുക്ക് അടിപൊളിയാക്കാം. അച്ഛാ, എല്ലാരും അയ്യേ, പെട്ടെന്ന് അയ്യേ. സാറേ, സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തനിക്കൊന്നും നാണമില്ലടോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എൻ്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റൂ. അല്ല, സാറിന് എഞ്ചിനീയർ സാറിനെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, ടോട്ടൽ ആളെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെനിക്ക് വഴിയാ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങോട്ടുള്ള വഴിയാ. കഷ്ടം. വരുന്നു എൻ്റെ രാശി. വന്നപ്പോ തന്നെ ഇവിടുത്തെ ആളുകളെയൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് ഐറ്റങ്ങൾ. കഴിഞ്ഞ ദിവസം സാറിന് തരാൻ വേണ്ടി ഇവിടെ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ വരാതിരുന്നത്. അതെങ്ങനെ? കൃഷ്ണൂരിൽ ആലിച്ചിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ, അത് ശരി. പിന്നെ ഗസ്റ്റ് ഹൗസിലെ താമസമൊക്കെ എങ്ങനെ? ഓക്കെ ആണോ? ഒരു ടെന്റ് മതിയായിരുന്നു. പല പ്രാവശ്യം ഞാൻ സാറിനെ അന്വേഷിച്ചാണ്.
പക്ഷെ കുറച്ചാളായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. ഇത് കഴിഞ്ഞാലും പോവാലോ. കറങ്ങി നടന്നോ. ഭാഗ്യവാൻ. ഭാഗ്യവാൻ ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതൊരു നാട്ടുമ്പുറമായതുകൊണ്ട് ഇവിടെ കൈയിട്ട് വാരലുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തത്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓനച്ചനെ പോലുള്ള ചിലരൊക്കെ ഉണ്ട്. അങ്ങനൊരു വേണം, നല്ലൊരു രസമുള്ളൂ. അപ്പം എപ്പം നമ്മൾ തുടങ്ങുന്നു? തുടങ്ങിയേക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അപ്രോച്ച് റോഡിന്റെ പണിയും കൂടി ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു കേസുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞോളാം. നോക്കട്ടോ, നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമുക്കൊന്ന് കൂടട്ടെ. പിന്നെ കൂടട്ടെ. ആ ലാലിച്ചെന്ന് പറഞ്ഞ രക്ഷ ഇവിടെ ഉണ്ടോ? എനിക്കൊരു സാധനം വേണ്ടായിരുന്നു. സാധാരണ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചെന്ന് കേൾക്കലാണ് പതിവ്. ലാലിച്ചോ, ലാലിച്ച. ചിന്നപ്പോ ഒരു ചായ തരോ? ഞാനിപ്പോ ആർട്ട് വർക്കില്ല സാറേ. സാർ എന്നിട്ട് കഴിച്ചു. കലക്കൻ ടീഷർട്ടാണല്ലോ സാറേ. താടിയുള്ള ടീഷർട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാറേ. വേണോ? വേണമെന്ന് പറഞ്ഞാൽ സാർ തരുമോ? ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് നാളെ തരാം. ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. ഈ വാഷ് ചെയ്ത സമയം കൊണ്ട് സാറിന്റെ മനസ്സ് മാറിയാലോ. സാറേ, ചായ എടുത്ത് ഇനിയുള്ള ഗ്ലാസ് എടുത്തോ.